പുഴകളെ സാദരം മോദമായി പാടുവിൻ, മലകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ, യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ, സാന്ത്വനം മധുരം സുഖകരം. പുഴകളെ സാദരം മോദമായി പാടുവിൻ, മനകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ, യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ, സാന്ത്വനം മധുരം സുഖകരം. ദിനംതോറും കാക്കുന്നവൻ, എന്നെ കരതാരി കരുതുന്നവൻ, ദിനംതോറും കാക്കുന്നവൻ, എന്നെ കരതാരി കരുതുന്നവൻ, സ്നേഹം നൽകി പുതുജീവൻ നൽകി കനിവോടെ കാത്തിരും എന്നാഥൻ. പുഴകളെ സാഗരം മോദമായി പാടുവിൻ, മനകളെ നാഥനിൻ മഹിമകൾ കീർത്തിപ്പിൻ, യഹോവയിൻ സ്തുതികളെ സവിനയം മുഴക്കുവിൻ, സാന്ത്വനം മധുരം സുഖകരം.
ഇങ്ങോട്ട് വരുന്നൂടാ. ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് നീങ്ങി നീങ്ങി അതില്ല അവിടെ നിൽക്കാതെ അങ്ങോട്ട് നീങ്ങി നീങ്ങി പോകാൻ പറഞ്ഞു.
സന്തോഷത്തിലവനാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിലും നിൽ ചേർക്കണമേ. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, നീ ആകാശത്തിലും ഭൂമിയിലും സുതരകനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, പിന്നിൽ നിന്ന് മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ നടുങ്ങി മനവിളകി തേടി വളർന്ന് പരമിളകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏർപ്പിക്കുന്നവേ എന്നൊരു നാമത്തിൽ സത്യം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. നീ വാക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും. പാവമോചനപ്പെടുന്നല്ലോ എന്റെ പ്രതീക്ഷ നീ വാഗ്ദാനത്തിലാകുന്നു. പൂർണ്ണമായ പക്കലാകുന്നു. എന്റെ വർഗഭാഗത്ത് നടത്തുകയും ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, കരുണയുടെ കർത്താവെ കരയുന്നവരെ വിളിക്കുകയും തങ്ങളുടെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, േക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ അണയുമ്പോ കരുണയോടെ നിർത്തണമേ. നല്ലവരത്വം ആകെ ആകാശവും ആകാശവും ഭോജനവും താമകമല്ലോ കർത്താവേ.
പാപങ്ങൾ മായ്ക്കണമേ നിൻകുറയാതെ മാമോദീസ വഴിയങ്ങേ സുതരാണവൻ നോക്കണമേ. അവർ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും പൊട്ടി മുടയ്ക്കുന്നു. കേൾക്കുമ്പോൾ ജീവിക്കുന്നു. പിതാവിനും പിതാന്മാരും സ്തുതി. പാപാപുത്രൻ കുർബായെ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നിന്റെ പ്രീതത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമൃതാത്മാവുമായ സർവേശ്വരാം ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമൃതാത്മാവുമായ സർവേശ്വരാം കേൾക്കണമീശോ. നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സമരപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യണം. നിന്റെ വാഗ്ദാനം പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നല്ലവരത്തോടം പാകേ പ്രഭയുടെ നാട്ടിൽ കിടക്കേണം ജീവന്റെ പരിശുദ്ധാത്മാവുമായ മിന്നി വിളങ്ങും വചനമരുണരാൻ പരമരുടേണം Amen.
വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൃഷ്ടിക്കുകയും അഭിലമായ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, ശിശുവിനെല്ലാം ഓടി നൽകിയവരുടെ ആത്മാവിനെ സ്വർഗരാജ്യം സ്വീകരിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള ജീവിതകാര്യങ്ങളോട് പരിഗണിച്ച് ഇവരുടെ ശിശുവെല്ലാം കൊടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ നിന്നോട് സ്വർഗത്തെ ആനന്ദിച്ചാലോകനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്തെ പ്രകാരി ആത്മാക്കളെ പ്രകാശിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലത്ത് ഞങ്ങളെ ആനന്ദവും മരണശേഷം ഞങ്ങളെ ആനന്ദവുമായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധിക്കാവുന്നു. ഞങ്ങൾക്ക് വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്ക് പാലിച്ചു വേണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സജീവവും ജീവദായകമായ ശബ്ദനാഥനെ നിർമ്മിച്ചേ ആശുദ്ധമണീയമായ ജീവിതത്തിൽ അങ്ങയുടെ ദാസനെ വയ്ക്കുകയും അങ്ങയുടെ വലുതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതും കണ്ണുറഞ്ഞതും ജീവനുയർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു മഹോയോടെ ഉയർത്തുകയണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥന്റെയുമായ ശിവായെ, അങ്ങയുടെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കൂടെയോടും കൂടെ വാനുമേഖല പ്രതിഷ്ഠാവുകയും സ്വർഗരാജ്യത്തിന്റെ വാലുകളുടെയും മനസ്സിലായി കടന്നുകയും അങ്ങയുടെ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിൽ നിർവഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും. താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മുതലായിരം കർത്താവേ, നിൻചോണിതവം ദിവസരീരമറിവോടെ ഉൾക്കണ്ടവരാ നിൻ സുതരേ നിത്യവിൽ കേൾക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്ത്രീ കരിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. Lord.
കാലത്തും നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. വിളിക്കുന്നു ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എങ്ങയുടെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, മരിച്ചവരെ കർത്താവേ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷ മരണമഞ്ഞ മഹുമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, കൂടെ വാനമേഘങ്ങളുടെയും പ്രതിഷ്ഠാവുകയും സ്വർഗരാജ്യത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയും മനുഷ്യരായി കപടങ്ങൾ നിരോധിക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ജീവിതത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാര ശുശ്രൂഷയിലാണ് നാം സംബന്ധിക്കുക. ഈ കുടുംബം മാത്രമല്ല, ഈ നാട് മാത്രമല്ല, ഭാരതം മുഴുവനും ലോകം മുഴുവനും ദുഃഖിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മരണങ്ങൾ സംഭവിച്ചത്. ഏറെ ദുഃഖാന്തരായിരിക്കുന്ന നമ്മൾ ഈ അവസരത്തില് ദൈവത്തിന്റെ കരുണ നിറഞ്ഞ സ്നേഹം ലോകത്തിന്മേലും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടാകുന്നതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. സഹസ്രാർത്ഥങ്ങൾ കൊണ്ട് മനുഷ്യൻ പടുത്തിയർത്തിയവ നിലം മരിച്ചാകാൻ ഒരു നിമിഷമേ വേണ്ടൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏറെ പ്രായോഗിക തലത്തിൽ ഈ മരണം സഹായിക്കും. ഏറെ സ്നേഹ സാന്ദ്രതയിലേക്ക് ഈ ദേശീയ ദുരന്തം നയിക്കട്ടെ. അതിനുള്ള അരൂപി എല്ലാത്തിനും അതീതമായി സ്നേഹ സാന്ദ്രത ജീവിതത്തിൽ പുലർത്താനുള്ള പ്രഭാവനം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഭിമുഖിതാവിന്റെ പ്രാഥമികത്തിലെ മതസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നിങ്ങളെങ്കിലും ഏറെ ഭക്തിയോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കണമെന്നും ഭാരതത്തിന് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും സ്നേഹപൂർവ്വം അറിയിക്കും. ഞങ്ങൾക്ക് മാറാൻ അറിയാം. അനുദപിക്കുന്ന പാപികൾക്ക് സങ്കേതമായ ദൈവമേ,
ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് സമാധാനം. ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുതുക്കടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ നിറയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദപ്പെടുവാനിടുവാൻ ദാസനു വരമിന്നരുടേണം. വിശ്വാസിനാകുന്നു വിരമിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുജയിലെ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിഷേധിക്കും മനുഷ്യൻ അന്തിമ ദിവസമുയർത്തേകും. പരിശുദ്ധന്മാരണിയണിയായി
എതിരേൽക്കുന്നു നിരന്തീരണം ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുവിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ നീ ഗണയുമ്പോൾ കരുണയോടെന്നെ തിരുത്തണമേ നല്ലവനൊക്കെ വലം ഭാഗേ നൽകണമേ നിത്യായുസ്സേ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലേഖനങ്ങൾക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് വാഗ്ദാനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയേറെ ദുഃഖസാന്ദ്രമായ ഒരന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ ദുഃഖം പങ്കിടുന്ന അനേക കോടി ജനങ്ങൾ ഉണ്ട്. ആയിരക്കണക്കായ ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ വലിയ സംഖ്യ നമ്മുടെ മനസാക്ഷിയെ തൊട്ടില്ല എങ്കിൽ ഇവിടെ നാം കാണുന്ന യാഥാർത്ഥ്യം ഇതാണ്. അങ്ങനെ മരിച്ച ഓരോരുത്തരും ഇതുപോലെ ഓരോ പിതാവ്, മാതാവ്, സഹോദരൻ, സഹോദരി, അങ്ങനെ വളരെയേറെ പ്രിയപ്പെട്ട വ്യക്തികളായിരുന്നു എന്നുള്ളതാണ്. ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഈ ദുഃഖം ഇന്ന് പ്രസിക്കുന്നുണ്ട് നമ്മിൽ നിന്ന്. എന്നാൽ ഈ നേട്ടങ്ങളുടെ മുൻപിൽ നമ്മോട് ഈ ചിത്രങ്ങൾ പറയുന്ന ഒരു വലിയ കഥയുണ്ട്. എത്രയോ നിസ്സാരരാണ് നാം എന്ന്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയില് നമ്മുടെ ആയുഷിന്റെ ദിനങ്ങള് എത്രയോ ചെറുതാണ് എന്ന് നാം അനുസ്മരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മോട് അന്ത്യയാത്ര പറയുന്ന ഈ കുടുംബം വളരെയേറെ പ്രതീക്ഷകളോടെ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ജന്മനാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വളരെ അകലെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. നമുക്ക് അനുസ്മരിക്കാവുന്ന ഒരു സത്യമുണ്ട്.
വളരെ അകലങ്ങളിലാണെങ്കിലും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ആചാരവും എല്ലാം കാത്തു സൂക്ഷിക്കുവാൻ പരിശ്രമിച്ച ഒരു കുടുംബമായിരുന്നു ഇത്. അത് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട്, കൊച്ചുമകളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. തങ്ങളുടെ വിശ്വാസം തലമുറയിലേക്ക് പകരുവാൻ പരിശ്രമിച്ച ഒരു കുടുംബം. അതുതന്നെയാണ് ഈ അവസരത്തില് ഈ കുടുംബത്തിനും ഈ കുടുംബത്തിന്റെ ബന്ധുക്കളും സ്നേഹിതരുമായ നമുക്കും ആശ്വാസം നൽകുന്ന ഏറ്റവും വലിയ ശക്തി. നാം ഇന്ന് ശ്രമിക്കുകയുണ്ടായി പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകള്. പ്രത്യാശയില്ലാത്ത മറ്റു ജനങ്ങളെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ഇത് വലിയ ദുഃഖത്തിന്റെ നിമിഷങ്ങളാണ് എങ്കിലും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രത്യാശ പകരുന്നത് നാം സൂക്ഷിക്കുന്ന ഈ കുടുംബം പരിപാവനമായി സൂക്ഷിച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമോ മരണത്തെ അതിജീവിച്ച യേശുനാഥനിലുള്ള വിശ്വാസം. നമുക്ക് ഓരോരുത്തർക്കുമായി ഭവനം പണിയുവാൻ വേണ്ടി നമ്മിൽ നിന്ന് പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിലുള്ള വിശ്വാസമാണ് ഈ അവസരത്തില് നമുക്ക് ആശ്വാസം പകരുന്ന ഒരേ ഒരു ശക്തി. ലോകത്തിന്റെ നേട്ടങ്ങൾക്കോ ലോകത്തിന്റെ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾക്കോ ആശ്വാസം പകരുവാൻ സാധിക്കാത്ത ഈ നിമിഷങ്ങളില് മരണത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന കാരുണ്യവാനായ കർത്താവിലുള്ള വിശ്വാസം നമുക്കേവർക്കും പ്രത്യാശ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ സഹോദരങ്ങള് നമ്മോടൊത്ത് വീണ്ടും നിത്യജീവിതത്തില് ദൈവസന്നിധിയില് ഒന്നിക്കുവാനുള്ളവരാണ് എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നാം ഇവർക്ക് നിമിഷങ്ങളിലെ അന്ത്യയാത്ര പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ പ്രത്യാശയും ഈ വിശ്വാസവും നഷ്ടമാക്കാതെ നിരന്തരം സൂക്ഷിക്കുവാനുള്ള പ്രതിജ്ഞ ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം ഇല്ലാതായാലും ഈ വിശ്വാസവും ഈ പ്രത്യാശയും അതിൽ നിന്നുളവാകുന്ന ക്രൈസ്തവ സ്നേഹവും കൈമുതലായുണ്ട് എങ്കിൽ നമുക്ക് ഒന്നും നഷ്ടമാകുവാനില്ല. നമ്മിൽ നിന്ന് വേർപിരിയുന്ന ഈ സഹോദരങ്ങളോടൊപ്പം നമുക്ക് ആശ്വസിക്കുവാൻ സാധിക്കും. നമുക്കായി സ്വർഗപിതാവിന്റെ സന്നിധിയിലെ ഭവനങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന നമ്മുടെ സ്നേഹനാഥനായ ഈശോയുടെ ഭവിതത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇവർ മാത്രമല്ല, ഈ വിശ്വാസം കൈമുതലായിട്ട് ഈ ദുരന്ത സംഭവത്തിൽ മരിച്ച അനേകായിരം ആളുകൾക്കും ഭവനമൊരുക്കി കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർ പോകുന്നു എന്നുള്ള ആശ്വാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ശക്തി പകരട്ടെ. ഈ അവസരത്തില് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുമൊത്ത് നമ്മുടെ ഭാരതത്തിന്റെ വേദനിക്കുന്ന ആത്മാവിന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരുമൊത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ദുഃഖത്തിന്റെ തീവ്രത ഒപ്പിയെടുക്കുവാൻ പരിശ്രമിക്കുന്ന നല്ല മനുഷ്യരായ എല്ലാവരുമൊത്ത് നമുക്ക് പരസ്പരം ആശ്വാസത്തിന്റെ വചനങ്ങൾ നൽകാം. നമ്മുടെ ആശ്വാസങ്ങൾ പൊള്ളയായ വചനങ്ങളിലല്ല, അടിമുറച്ച വിശ്വാസത്തിലാണ് അടിസ്ഥിതമായിരിക്കുന്നത് എന്ന് സ്മരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്, ജീവന്റെയും മരണത്തിന്റെയും നാഥനായ കർത്താവിന്, നമ്മുടെ ജീവിതങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകരുന്ന കർത്താവിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഈ സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഈ വലിയ ദുരന്തത്തില് ജീവൻ നഷ്ടപ്പെട്ടവരായ 10,000-കണക്കായ ആളുകളെ അവിടുത്തെ കാരുണ്യത്തിനും അവിടുത്തെ സമാശ്വാസത്തിനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സഹോദരങ്ങളോട് അന്ത്യയാത്ര പറയാം. ഒരിക്കലും കണ്ടുമുട്ടാത്ത യാത്രയല്ല, വീണ്ടും സ്വർഗരാജ്യത്തിൽ ഒന്നിക്കുവാനുള്ള പ്രത്യാശയോട് കൂടിയുള്ള അന്ത്യയാത്ര. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കും അവർക്കും ലഭിക്കട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ക്രിസ്തീയമായ പ്രത്യാശയും നമ്മിൽ നിന്ന് വേർപിരിയുന്ന ഇവർക്ക് നിത്യജീവിതവും ദൈവ സമ്മാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം.
അനന്തമായ സ്നേഹത്താൽ നിങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ നിന്റെ കൽപ്പനയെ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാക്കളെ നിത്യാനന്ദത്തിന് തുറമുഖത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ഭൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം നിന്ന് രക്ഷിച്ച ഈ ആത്മാക്കളെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം സഹോദരിമാരാ മർത്തമറിയം ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിരുമുടി എന്നെ എണീക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളും സൗരന്ധങ്ങൾ വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ പന്തലൂരിലേക്ക് എത്തുന്ന ആളുകളെ വിടവാങ്ങുന്ന കാലം 2-3 ഭാഗങ്ങൾ പാടുന്ന സമയം കൊണ്ട് പള്ളിയിലിറങ്ങി ലൈനായിരുന്നു ഈ യാത്രയിൽ സംബന്ധിക്കുവാൻ പറ്റിക്കാവുന്ന സ്നേഹപൂർവ്വം പ്രാർത്ഥനാങ്ങളും നിങ്ങൾ ദേവാലയത്തിലേക്ക് നീങ്ങാനായിട്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഒരുപാട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സ്കൂൾ ഗ്രൗണ്ടാണ്. യാതൊരു കാരണവശാലും പള്ളിയുടെ തെക്കേ വശത്തുള്ള മുറ്റത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്റെ സഹോദരി, ഞാനിപ്പോ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
പരിശുദ്ധന്മാർ
ഒരു വാഹനം വരുന്നത് എന്ത് ചെയ്യണം? അല്ലേ കയറി പോട്ടെ, വളരെ സ്ലിപ്പാവാ. ആൾക്കാരെ ആൾക്കാർ
സഹിക്കുവാൻ വേർപാടിന്റെ വേദന സഹിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭാഗമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴിയെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ എന്റെ ആത്മാവിനെ മോഷിപ്പിക്കുകയും മറ്റൊരു പദാർത്ഥങ്ങൾ എന്റെ ആത്മാവിൽ പ്രമാപനം ചെയ്യുകയും പ്രിയപ്പെട്ട ദേവാലയത്തിനെ ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാരകരമായ ലോകിതരെ ദൈവവചനങ്ങളാലെ ആത്മാവിന് മോഷണം നൽകിയ നിങ്ങളോടും ഞങ്ങൾ യാത്ര പറയുന്നു. ഞങ്ങൾ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ സ്നേഹമെന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ലഭിക്കുന്നവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, അതെവിടെയാണ് തിരിക്കണം? ചില പൊറോട്ട ആൾക്കാർ അല്ല സാറ് പറഞ്ഞ രണ്ടെണ്ണം അപ്പുറത്തെ ബന്ധുക്കൾ മാത്രമേ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാന പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരങ്ങൾക്ക് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമന വിശ്രമം നൽകേണ്ട കബറിടം അങ്ങ് പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥന പിതാവും പുത്രന് പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വഭാവണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകാം. അതിലെന്നെ കഴുകുക, ഞാൻ ഇതിനേക്കാൾ വൃത്തിയുള്ളവനാകും. അനുഗ്രഹത്തിന്റെ ജലത്താൽ കവടം നിങ്ങൾ പൗത്രീകരിക്കണമേ. ും
സഹായിക്കുമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിഗണനവും പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നല്ല ചെയ്ത സകലത്തിന്റെ നാഥനാ ദൈവം നിന്നെ ജീവ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസത്തിന്റെ വലുതുഭാഗത്തെടുത്തിട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്ന ദൈവത്തിന്റെ ആശ്രയങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധിനാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ല വരത്തു വരമ്പാകേ. ആകാശഭൂമിയിലാകുന്നു, ആകാശഭൂമി ഭൂതലവും താമരമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മുതലായുസ്സും. ഈ ഒറ്റ സ്വാമി പറഞ്ഞു ജീവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യമുതലെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ജീവൻ നൽകി ആദ്യമേ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാനീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് വെറുതെ കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മർദ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർക്കയോടും കൂടെ കഴശീലുത്താനം നിഴലാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ.
പ്രവർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം ഞാൻ തേടി വിളിക്കുന്നു. രാമോട് ഞാൻ തേടി വിളിക്കുന്നു. നിങ്ങളുടെ നാളിനെ അവർ ജോലിയെ പരിഹസിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആശ്രയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ പ്രതികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മറുപടിയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനെന്ന ചന്ദ്രതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരത്തേക്ക് ഇവരെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗങ്ങളായവരെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തെ സഹകരിച്ചവരെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 15 മിനിറ്റിന് ശേഷം പള്ളിയിൽ പരേതരുടെ ആത്മശാന്തിക്കായി വിശുദ്ധ ഈ ഒത്തിരി പേര് പിടിക്കാതിരിക്കുവാണെങ്കിൽ അങ്ങനെ